പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കൾ, ആയിരക്കണക്കിന് മക്കൾ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാതോർത്ത് കൊതിച്ചിരിക്കേണ്ട ഈശോയെ, അവരെല്ലാം പ്രാർത്ഥിക്കണേ. കർത്താവേ, ഇന്നെങ്കിലും അച്ഛൻ ഞങ്ങളുടെ കാര്യം പറയണേ എന്നാണ്. ഈശോ, അതെനിക്ക് പറയാൻ കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നില്ല, അവരുടെ കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അവരുടെ കാര്യം എന്താണെന്ന് നിനക്കറിയാം. അങ്ങനെ കൊതിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളുടെ മേൽ ദൈവമേ ഇന്നൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുന്ന അലസ കർത്താവ്, അത് നിന്റെ വാഗ്ദാനമാണ്. ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിത മണ്ഡലങ്ങളിലും ജീവിതയാത്രയിലും ഇന്നവർ ഇടപെടുന്ന ഓരോ വിഷയങ്ങളും അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾ, പലതരത്തിലുള്ള ഡയഗ്നോസിസൊക്കെ കഴിയുമ്പോൾ ഇന്ന രോഗമുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചിരിക്കണവരുണ്ട് ഈശോയെ. അവർക്ക് പോയി പണി നോക്കാൻ പറയണം ഈശോയെ. ഒരു പേടിക്കാൻ ആവശ്യമില്ല. അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ് എന്ന് ബോധ്യം കൊടുത്ത് അവർക്ക് ധൈര്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഈ പ്രാർത്ഥന വഴി കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ നിനക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും നിൻ്റെ സങ്കടത്തിൻ്റെ കണ്ണുനീര് എങ്ങനെയാണോ മഞ്ഞ് തുള്ളികൾ സൂര്യൻ ഉദിക്കുമ്പോൾ
വരണ്ട് ഉണങ്ങിപ്പോണ പോലെ നിൻ്റെ സങ്കടങ്ങളെ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ശക്തിയിൽ അങ്ങനെ വരണ്ടു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാര സാമ്പത്തികമായ മേഖലകളിലെ വസ്തുക്കൾ വിറ്റുപോകാനും അതുപോലെ സ്ഥലങ്ങൾ വിറ്റുമാറാനും ഓരോ ആൾക്കാർ ഉള്ളത് വിറ്റിട്ട് വലിയ കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടാൻ വേണ്ടി രാത്രിയും പകലും കടക്കാർ കൊണ്ട് പൊറുതിമുട്ടി മാതാവേ ആത്മഹത്യ ചെയ്യണമെന്ന് പോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഈശോയെ, അവരാരും ഒന്നും അവർക്ക് സങ്കടം. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാന ആ കുടുംബങ്ങൾക്ക് ഇപ്പോൾ സംരക്ഷണമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുസന്നിധി ഞാൻ നന്ദി പറയുന്നു. ഏതെങ്കിലും ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി ഇന്ന് വേദനിക്കുന്നവർക്കും ഇന്ന് മറുപടി കിട്ടും, ഇന്ന് ദൈവം നമ്മൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞവർക്ക് ഇന്ന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് കർത്താവെ അവരങ്ങ് ഉറങ്ങണമെമ്പോൾ അവരുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വരനെ എന്നേക്കും ആമേൻ. നമ്മൾ ഈ ജപമാല നമ്മൾ എന്തുമാത്രം സഹായിക്കുന്നുണ്ടെന്നറിയാവുക. ആ ജപമാല ഒന്നാമത് ലളിതമായ പ്രാർത്ഥനയാണ്, മുഴുവനും ഭജനം തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവ സംരക്ഷണം ഉറപ്പ് വരുത്തും. നമ്മുടെ വഴിയിൽ ദൈവഹിതപ്രകാരമല്ല അത് നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഏജൻറ്റിന് കാശ് കൊടുക്കാൻ പോലും വിചാരിച്ചോ, നിങ്ങൾ അളിയൻ വിളിച്ചോ കൊണ്ടുപോകാന്ന് തിരിക്ക് വിളിക്കുക. ഇപ്പം നിൻ്റെ ഭാര്യയുടെ അളിയനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എളുപ്പം കൊണ്ടുപോകാം, എത്ര നേരമായി നമ്മൾ ഇപ്പം കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ ഇടംബലം ചിന്തിക്കാതെ പൈസ കൊണ്ട് കൊടുക്കും. കാര്യം തട്ടിക്കാനുള്ളവൻ ധൃതി കാണിക്കും. എപ്പോഴും ഓർത്തേക്കണം, തട്ടിപ്പ് ആൾക്കാർ ധൃതി കാണിക്കും. എല്ലാവരും അങ്ങനെ കാണിക്കണമെന്നല്ല, പൊതുവേ നമ്മൾ അങ്ങനെയാണ് കണ്ടുവന്നിരിക്കുന്നത്. പിടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സമയം തരാത്തവന്മാർ നല്ല ഫ്രോഡുകളായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ 6 ലക്ഷം രൂപ കൊടുത്ത് 5 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ പറയല്ലേ, പിന്നെ നമുക്ക് അരഞ്ഞു കൂപ്പി കോടതിയിൽ പോയി നടന്ന് അവിടേക്ക് പോയ കാശ് പിടിക്കാൻ വേണ്ടി എന്ത് കഷ്ടപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ആക്രാന്തം കൊടുത്ത് നമ്മളെ പറ്റിക്കാനിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്, സംരക്ഷണത്തിനുള്ളതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാം ദൈവത്തിന് സമർപ്പിച്ചു. അത് നിങ്ങളെ എന്തെങ്കിലും പൂച്ച കുരിച്ച് കിടക്കണവരെ എന്തെങ്കിലും കാണിച്ച് പോകരുത്. ചില ആൾക്കാർക്ക് ഒരു പരിപാടിയുണ്ട്, ഇപ്പോൾ ഉടുപ്പൊക്കെ ഇട്ട് കണ്ണാടി നോക്കാൻ വേണ്ടി കുറേ നേരമൊക്കെ എടുക്കും, ഇങ്ങനെയൊക്കെ നോക്കും. പക്ഷേ കർത്താവിൻ്റെ തരുമ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പം നമ്മൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് വിശ്വാസികൾ നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കും. വേളാങ്കണ്ണി പോകാൻ വേണ്ടി കയറിയാൽ മതി വണ്ടിയെ, നമ്മൾ പ്രാർത്ഥിക്കാൻ നോക്കുമ്പോൾ തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്നെങ്ങാനും തീരുവായത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓളിച്ചിരിച്ചുകൊണ്ടിരിക്കും. പിശാച് അപ്പം തന്നെ വണ്ടിയെ കയറുകയാണ്. അപ്പോൾ വിശ്വാസിയായി ജീവിക്കുക എന്ന് വെച്ചാൽ കുറച്ച് തൻ്റെ ഇടം കൂടി വേണം. കാരണം ഇങ്ങനെയുള്ള ഐറ്റമൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ നമ്മളെപ്പോഴും ഈടറോടുകൂടി അവർക്ക് ലോകത്തിൻ്റെ സന്തോഷം അവർക്ക് മനസ്സിലിരിക്കണത്. അപ്പോൾ അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടി നിന്നായിരിക്കും ചിലപ്പോൾ അവിടെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നീ നിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവതിരുസന്നിധിയിൽ നിന്നെ പ്രതിയായിരിക്കും സംരക്ഷണം. ജപമാലയിലെ 6 നന്മ നിറഞ്ഞു മറിയുക എന്നുള്ളത് 6 ദൈവവചനമാണ്. സ്വർഗസ്ഥനായ പിതാവിനും 6 ദൈവവചനമുണ്ട്. പക്ഷേ ഇനി ജപമാലയുടെ അകത്തുള്ള രഹസ്യങ്ങളെല്ലാം രക്ഷാകര സംഭവങ്ങളാണ്. കർത്താവിൻ്റെ വിശുദ്ധ രക്തത്തെ ലോകത്ത് വീണ്ടെടുത്ത സംഭവങ്ങൾ ജപമാലയിലുള്ളത്. എന്താണ് കുഴപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീട്ടിൽ പ്രായമുള്ളവർ ചൊല്ലി വക്രിച്ച് കളഞ്ഞു ജപമാല. ആ ജപമാലയുടെ ഒരു ഭക്തി, ഒരു വിശ്വാസത്തിന് ചെല്ലുന്ന ആൾക്കാരുണ്ട്. പിന്നെ വാപോയ കൊടാരി പോലെ ജപമാല ചെല്ലുന്ന ആൾക്കാർ. അങ്ങനെയൊക്കെ പിള്ളേർ കേട്ട് ഈ ജപമാലയുടെ ഒരു വില കുടുംബത്തിൽ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജപമാല ഒരു വാക്ക് പിടിച്ച് നമ്മൾ ചെല്ലിക്കണമെന്നാണെങ്കിൽ ജപമാലയേക്കാൾ വലിയൊരു പ്രാർത്ഥനയില്ല. ഇപ്പം ഞങ്ങൾക്ക് കാന നമസ്കാരം ഉണ്ടല്ലോ അച്ഛന്മാർക്ക്. അപ്പോൾ കാന നമസ്കാരം ചെല്ലിയാലും ഞാൻ ജപമാല ചെല്ലും. അതിൻ്റെ അപ്പുറത്ത് കാന നമസ്കാരത്തിന് അപ്പുറത്ത് ഇരട്ടി ജപമാല ചെല്ലും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ആഹാരം എന്ന് പറഞ്ഞ ജപമാലയാണ്. കാരണം രക്ഷാകര സംഭവം മൊത്തം ഉള്ളത് ജപമാല ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോകുമ്പോഴും ജപമാല ഒരു ദൈവത്തോട് നന്ദി പറയണം. ജപമാല തന്നതിന് എവിടെ പോകുമ്പോഴും ജപമാല നമുക്ക് ചെല്ലാം. അപ്പോൾ നിങ്ങൾ കഴുത്തിടുകയും പോക്കറ്റ് ഇടുകയും ഒക്കെ ചെയ്യണമെന്ന് വെച്ചാൽ പേഴ്സിൽ വെക്കുകയും ചെയ്യണമാണ്. പേഴ്സിൽ വെക്കാൻ നമ്മൾ ആ രീതിയിൽ അതിനൊക്കെ ഒരു 5 മാർക്കാണ് ഉള്ളത് കഴുത്തിടുന്നവർ. പക്ഷേ ബാക്കി 95 മാർക്ക് എന്തിനാണ്? ജപമാല ചെല്ലുന്നതിനാണ്. ജപമാല ചെല്ലാതെ കഴുത്തിടണമെന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് ഈ പിശാച് വരാതിരിക്കാൻ വേണ്ടി പേടിത്തൊണ്ടന്മാരെ ഇടണമാണ്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. ജപമാല ചൊല്ലാതെ കഴുത്തെ മാത്രം ഇടുന്ന ആഭരണവും ആഡംബരവും പിന്നെ സംരക്ഷണമൊക്കെ ഇല്ലേ,
അത് ആ ആൾക്കാർ ജപമാല ചൊല്ലണ കൂടി നമ്മളാണ് അത് പൂർണ്ണമാകണമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. ഇതിനകത്ത് 12 വചനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ കാര്യം വെച്ചാൽ റോമ 1:16 എടുത്തേ. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അപ്പം സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമ 1:16. ജപമാല എന്ന് പറയുന്നത് മുഴുവനും സുവിശേഷമാണ്. അപ്പോൾ ജപമാലയും രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി. രക്ഷ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അല്ലേ. അപ്പോൾ ജപമാല നമ്മളെ നയിക്കണമെങ്കിൽ ആ ക്രിസ്തുവിലേക്കാണ് നയിക്കണത്. ഓക്കെ അല്ലേ? ഞാൻ കൊല്ലം ജില്ലയിലെ ശൂരനാട് നിന്ന് വരുന്നു. ഞാൻ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നു. ഞാൻ 2ാമത്തെ തവണയാണ് ഈ ആൾത്താരിൽ കയറി സാക്ഷ്യം പറയാൻ എനിക്ക് ഭാഗ്യം ലഭിക്കുന്നത്. ആദ്യം ഞാൻ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിനായിരുന്നു. അത് ഞാൻ 2019 മാർച്ച് മാസം 25-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാനൊരു PSC ലിസ്റ്റിലുണ്ടായിരുന്നു, LGSൻ്റെ റാങ്ക് ലിസ്റ്റിൽ. അന്ന് ആ ജോലിക്ക് വേണ്ടിയായിരുന്നു, എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു. പിന്നീട് എനിക്ക് എക്സാം എഴുതാനുള്ള പ്രായപരിധി കഴിഞ്ഞായിരുന്നു. ആ ലാസ്റ്റ് സമയത്ത് എഴുതിയ എക്സാമാണ്. അപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പം അത് പിന്നീട് കൊറോണയും സർക്കാരിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് നിയമനം തീരെ കുറവായിരുന്നു. എൻ്റെ റാങ്ക് 825 അപ്പം അത് നിയമനങ്ങളങ്ങ് തീരെ കുറവായതുകൊണ്ട് നമുക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എങ്കിലും പിന്നെ ഇവിടെ കൊറോണ ആയപ്പോൾ ഈ കൃപാസനം അടച്ചിട്ട് നമുക്കങ്ങനെ വരാനൊന്നും പറ്റില്ല. പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് തൊട്ട് ഞങ്ങൾ പറ്റുന്ന എല്ലാ സമയത്തും എല്ലാ മാസവും വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൊറോണ ആയപ്പോൾ അടച്ചപ്പോൾ പിന്നെ വരാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ 2021 ഒക്ടോബർ മാസത്തിലാണ് വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കുന്നത്. അപ്പോൾ അച്ഛനെ കണ്ട് ഞങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു. അച്ഛനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു, അച്ഛൻ എനിക്ക് ലാസ്റ്റ് ചാൻസായി, ഈ ലിസ്റ്റ് തീരാറായി, ഇപ്പോൾ ഈ നിയമനം എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇനി ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നം തീരുവാണ്. അച്ഛൻ പറഞ്ഞ് സാരമില്ല, നിനക്ക് ഈ ജോലി കിട്ടും, നീ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 2022 ജനുവരി 20-ാം തീയതി ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ലഭിച്ചു. ഞാൻ ഇവിടെ വന്ന് അതിനെപ്പറ്റി സാക്ഷ്യം പറഞ്ഞു. പിന്നീട് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ്. അന്ന് തൊട്ടിന്ന് വരെയും എല്ലാ ദിവസവും രാവിലെ 5:30-ക്ക് പ്രാർത്ഥിക്കും. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, വൈകുന്നേരമുള്ള പ്രാർത്ഥന ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല. പിന്നെ ഇപ്പം ഞാൻ പറയാൻ വന്നത്, വേറെ ഒരു ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ ഹസ്ബൻഡ് ആർമിയിലായിരുന്നു. പിന്നെ 2019 അതിൽ റിട്ടയർഡായിട്ട് ഇപ്പോൾ റെയിൽവേയിൽ ജോലിയാണ്. അതുമല്ല അമ്മ തന്ന അനുഗ്രഹമാണെല്ലാം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കട നടത്തുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ഒരു 2 ലക്ഷം രൂപ ചോദിച്ചു. അപ്പം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചെടി പൈസ കൊടുക്കണം, നമുക്ക് അവരെപ്പറ്റി ഒന്നും അറിയത്തില്ല, അവരുടെ വീട് ദൂരെയാണ്, ആ വീടിൻ്റെ അടുത്ത് കട നടത്തുന്നു എന്നേ ഉള്ളൂ. അവരുടെ ഹസ്ബൻഡ് മരിച്ചു പോയത്. അപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ അവരൊറ്റയ്ക്ക് കുടുംബം നോക്കുന്നതല്ലയോ, എന്തായാലും കൊടുക്കാം, നമുക്ക് അവരെന്തായാലും തരുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്ത് ഡിസംബർ മാസത്തിൽ തരാമെന്ന് പറഞ്ഞ പൈസ പിന്നീട് അവരോട് ചോദിക്കുമ്പോഴൊക്കെ അവർ ഒന്നും ഫോൺ എടുക്കത്തില്ല. ഞങ്ങളാണെങ്കിൽ രാവിലെ 2 പേരും ജോലിക്ക് പോകും. അങ്ങനെ ചോദിക്കുമ്പോഴൊന്നും ഇവർ ഫോൺ എടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. പിന്നെ അവരുടെ വീട്ടിൽ പോയി 2-3 തവണ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ പൈസ തരാം. അവർക്കൊരു വലിയ 2 നില വീടൊക്കെ ഉണ്ട്. അപ്പം പറഞ്ഞ് എനിക്ക് കുറേ കടമുണ്ട്, ഞാൻ ആ വീട് വിറ്റിട്ട് നിങ്ങളുടെ പൈസ തരാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് ഞങ്ങളങ്ങനെ ആയപ്പോൾ ഇവർ പിന്നെ ഫോൺ എടുക്കാതെയൊക്കെ ആയപ്പോൾ പിന്നീട് ഇവർ പൈസ തരുന്ന ഒരു ലക്ഷണവും ഇല്ല. അങ്ങനെ ആയപ്പം ഞാൻ മെയ് മാസത്തിൽ വന്ന് വീണ്ടും ഇവിടെ ഉടമ്പടി എടുത്തു. അമ്മയെടുത്ത് അന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ ഞാനിത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ മെയ് മാസത്തിൽ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഈ പൈസ വാങ്ങിത്തരണം, ഞങ്ങൾ ഹസ്ബൻഡ് അന്യനാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അമ്മ ഇതങ്ങനെയല്ല അമ്മ വാങ്ങിത്തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പം ഇവരുടെ വീട്ടിൽ ഞങ്ങൾ അവരുടെ വീടിൻ്റെ കച്ചവടം എല്ലാം നടന്ന് മൊത്തം പൈസ ഇവരുടെ അക്കൗണ്ടിൽ വന്നതായിട്ട് അറിഞ്ഞ് ഞങ്ങളങ്ങനെ പോയി. ചെന്നപ്പം ഞാൻ അമ്മയുടെ ഉടമ്പടി കാശ് രൂപ എടുത്തോണ്ടാണ് പോയത്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഈ പൈസ മേടിക്കണം, ഞങ്ങൾക്ക് അല്ലാതുള്ള കഴിവൊന്നുമില്ല, അമ്മ തന്നെ ഇത് മേടിച്ച് തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഇവർ പറഞ്ഞ് ആദ്യം അതിന് മുമ്പ് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ 2 കൂടെ പോയപ്പോൾ അവരോട് പൈസയെപ്പറ്റി സംസാരിച്ചപ്പോൾ ഇവർ 500 രൂപ നോട്ട് പത്രത്തിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു, പൈസ വാങ്ങിക്കുമ്പോൾ ഞാനിത് വാങ്ങിയെന്നുള്ളതായിട്ട്. അപ്പോൾ അത് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞു, ആ പത്രം ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന്, പൈസ നിങ്ങൾ തരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ, അത് വെച്ച് നിങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ചെയ്തോ, ഇപ്പം എനിക്ക് പൈസ തരാൻ പറ്റത്തില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തിട്ട് അമ്മയുടെ കാശ് രൂപമായിട്ട് പോയി. അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച്, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പ്രാർത്ഥിച്ച്, അമ്മ ഈ പൈസ വാങ്ങിക്കൊണ്ട് വരാവുള്ളൂ വീട്ടിലോട്ട് വരുമ്പോൾ. അവിടെ ചെന്നപ്പോൾ ഇവർ ആദ്യം പറഞ്ഞ്, ഞങ്ങൾ പൈസ അക്കൗണ്ടിൽ ഇട്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ പൈസ വന്നിട്ടില്ല. അപ്പോൾ അവർ എന്നാൽ ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ്, അപ്പോൾ അമ്മയുടെ ആ കാശ് രൂപം കൊണ്ട് പോയതിൻ്റെ ഫലമായിട്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്. അപ്പോൾ തന്നെ അവർ പൈസ അയച്ചു.
ഞങ്ങൾക്ക് അങ്ങനെ ഒരു അനുഗ്രഹം അമ്മ തന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചെവിയുടെ ഒരു സൈഡിൽ ഭയങ്കര വേദനയായിരുന്നു. വേദനയായിട്ട് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, വരുന്നില്ല, ഞാൻ അമ്മയുടെ ഈ ഉടമ്പടി തൈലം പുരട്ടി അമ്മ മാറ്റുന്നെങ്കിൽ മാറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് ആ തൈലം ഒരാഴ്ച പുരട്ടി. അത് പൂർണ്ണമായിട്ടും അസുഖം സുഖപ്പെട്ടു. പിന്നാണെങ്കിൽ എൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ആയിരുന്നു. അപ്പം ഒരു ദിവസം ഒരു ചെറിയൊരു സംസാരത്തിൻ്റെ പേരിൽ അമ്മ ഞങ്ങളുടെ അടുത്തു നിന്ന് പിണങ്ങി ചേച്ചിയുടെ വീട്ടിൽ പോയി. അത് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കി. അപ്പോൾ എന്നും ഞാൻ അമ്മയെ വിളിക്കും, അമ്മ ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ വരാമെന്ന് മാത്രം പറയും. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതും കൂടി വെച്ചാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ തിരിച്ചു വരണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഞാൻ അമ്മയെ വിളിച്ചു, അമ്മ ഞാൻ വരട്ടെ, അമ്മ ഇങ്ങോട്ട് വരുന്നില്ലയോ? അപ്പോൾ പറഞ്ഞാൽ അമ്മോള് വാ, ഞാൻ വരാമെന്ന് പറഞ്ഞ് അമ്മ വീട്ടിൽ വന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് എന്നും വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ എൻ്റെ മക്കൾക്ക് 2 പേർക്കും നല്ല മാർക്ക് 10ാം ക്ലാസ്സിലും +2നും തന്ന അമ്മയെ അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷിജി ബൈജു. ഞങ്ങൾ അങ്കമാലിയിൽ നിന്നും വരുന്നു. ഞാനിവിടെ 2019 ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ ഭർത്താവ്. ഈ കഴിഞ്ഞ ജൂലൈ 21 എൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ചൊരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. പതിവ് പോലെ ആളെന്ന് കാലത്ത് ജോലിക്ക് പോയി വന്നതിന് ശേഷം ആൾക്ക് അതിശക്തമായിട്ടുള്ളൊരു നെഞ്ചുവേദന ഉണ്ടാവുകയും അതേ തുടർന്ന് ഞങ്ങൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിച്ചു. പക്ഷെ അതിനു മുമ്പ് ഞങ്ങൾ ഉടമ്പടി കാശുരൂപം ആളുടെ വേദനയുള്ള ഭാഗത്ത് വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നും പോന്നു, വണ്ടി കയറി. അപ്പോൾ ഞങ്ങൾ അപ്പോളയിലേക്കാണ് വണ്ടി വിട്ടത്. പക്ഷേ അപ്പോളയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആൾ പൂർണ്ണമായിട്ട് ബോധം പോവുകയും ഒരു ചലനവുമില്ലാതെ എൻ്റെ അരികിൽ ആളിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞത്, അമ്മ മാതാവേ, എന്നെ അമ്മ മരുഭൂമിയിലാക്കരുത്, ഞാൻ എൻ്റെ ഭർത്താവിനും ഇവിടെ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം അമ്മയെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എസ്തേർ 13:18 പറയുന്നുണ്ട്, എല്ലാ ഇസ്രായേൽക്കാരും അത്യുച്ചത്തിൽ കരഞ്ഞു, കാരണം അവർ മരണം മുമ്പിൽ കാണുകയായിരുന്നു എന്ന്. എൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ഞാൻ മരുഭൂമിയിൽ ആക്കരുത് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ജോസഫച്ചൻ്റെ വാക്കുകൾ തന്നെയാണ്. കാരണം നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ തണൽ മരങ്ങളാണ്. അവരുടെ കീഴിലാണ് നമ്മൾ ജീവിക്കണത്, നമ്മുടെ മക്കൾ നിൽക്കുന്നത്, നമ്മുടെ കുടുംബം നിൽക്കുന്നത്. പക്ഷെ അവരില്ലാതായാൽ നമ്മൾ പിന്നെ മരുഭൂമിയിലാകുന്നൊരവസ്ഥയാണ്. നമുക്ക് എങ്ങും തണൽ മരങ്ങളോ ഇല്ല. അത് അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആശുപത്രിയിലെത്തി. ആൾ ഒരു ചലനവും ഇല്ലാതെ, ഞാൻ ആളെ ചേർത്ത് പിടിക്കുമ്പോൾ ആളുടെ ശരീരം മൊത്തം തണുത്തിരിക്കുകയായിരുന്നു. ചെന്ന പാടെ അവർ CPR കൊടുത്തു. CPR എത്ര പ്രാവശ്യം കൊടുത്തു എന്നൊന്നും എനിക്കറിയത്തില്ല. ആൾക്ക് ബോധം വന്നു. പക്ഷേ ആൾക്ക് ബോധം വന്നപ്പോൾ ആൾ ആദ്യം വിളിച്ചത് കൃപാസന അമ്മയാണ്. കൃപാസന അമ്മ എന്നെ വന്ന് രക്ഷിക്കണേന്ന് ചങ്ക് പൊട്ടി മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് വിളിക്കുന്നത്. ആൾക്ക് കാറിൽ വെച്ച് സംഭവിച്ചത് ആദ്യത്തെ അറ്റാക്കായിരുന്നത്. എന്നെ വിളിച്ച് കാണിച്ച് ബോധം വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. പക്ഷെ വീണ്ടും അടുത്ത അറ്റാക്ക് അവിടെ ആൾക്ക് വീണ്ടും സംഭവിച്ചു എന്നുള്ളതാണ്. അന്നേരം ഞാൻ ഇവിടേക്ക് പ്രാർത്ഥന സഹായത്തിന് ഞാൻ വിളിച്ചിരുന്നു. സാധാരണ ഇവിടേക്ക് വിളിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും കിട്ടാറില്ല, നിങ്ങൾക്കറിയാലോ. പക്ഷെ അന്ന് അമ്മ എനിക്ക് അതിനൊരു സമയം എനിക്ക് ഒരുക്കി തന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം പേര് പറയാൻ പറഞ്ഞു. ഞാൻ വേഗം പേര് പറഞ്ഞു കൊടുത്തു. രണ്ടാമത്തെ അറ്റാക്ക് വന്നിട്ട് അവർ CPR കൊടുത്തിട്ടൊന്നും ആൾ കയറി പോകുന്നില്ല. അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അടിപ്പിക്കുന്നൊരു രീതിയുണ്ട്, അതിൽ ആണ് ആൾ കയറി പോകുന്നത്. പക്ഷെ ആ നിമിഷം അമ്മയും തിരുക്കുമാരനും എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തി കൊടുത്തൊരു നിമിഷം. കാരണം ലാസ്റ്റ് ചാൻസാണത്. കാരണം മരണത്തിലേക്കാണോ ജീവിതത്തിലേക്കാണോ എന്നുള്ളത്. പക്ഷെ അത് അമ്മയും തിരുക്കുമാരനും തീരുമാനിച്ചു എന്നുള്ളതാണ്. ആ നിമിഷം അമ്മയും തിരുക്കുമാരനും മരണത്തിൻ്റെ ആഴത്തിലേക്ക് പോയതാണ് എൻ്റെ ഭർത്താവ്. അവിടേക്ക് അമ്മയും തിരുക്കുമാരനെ ഇറങ്ങിച്ചെന്ന് കയ്യൊപ്പ് ചാർത്തി കൊടുത്തൊരു നിമിഷമായിരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്നായിരുന്നു. അവർ തിയേറ്ററിൽ കയറ്റി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. വചനം പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് അച്ഛൻ ഇവിടെ കൂടെ പറയും. ഉടമ്പടി നമ്മളെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ വരണം നമ്മുടെ മരണത്തിൻ്റെ സമയം പോലും അമ്മ മാറ്റി എഴുതുന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അച്ഛൻ പറയും, നമ്മൾ ഈശോൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാവും, പക്ഷെ അവർക്കൊരു പരിധി ഉണ്ടാവും നമ്മളെ സഹായിക്കുന്നത്. പക്ഷെ അമ്മ മധ്യസ്ഥയാണെങ്കിൽ നമ്മൾ രക്ഷ പ്രാപിക്കുമെന്ന് അച്ഛൻ പറയണത്. ഇന്നിപ്പോൾ എൻ്റെ ഭർത്താവിനെ ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഇപ്പോൾ 2 മാസമായി. ഞാനിവിടെ 5ാമത്തെ പുതുക്കൽ കഴിഞ്ഞ മാസം വന്ന് ഞാൻ ചെയ്തു. അന്നേരം ഞാനിതിവിടെ എഴുതി കൊടുത്തു. അപ്പോൾ അന്നേരം ആൾക്ക് റെസ്റ്റായിരുന്നു.
അപ്പോൾ അച്ഛൻ പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞിട്ട് ആളെ ഇവിടെ കൊണ്ടുവന്ന് നേർന്നാണല്ലോ ഞാൻ പറഞ്ഞത്, അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഇന്ന് അതിനൊരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഇത് ഞങ്ങളുടെ കൃപയാലോ കഴിവാലോ ഒന്നുമല്ല, ഇന്ന് ജീവിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൃപയാലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് ഞാനും എൻ്റെ കുടുംബവും പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഞങ്ങളത് ഏറ്റുപറയുക ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് കിട്ടാൻ നിങ്ങൾ ഒരു ചാൻസ് ഉണ്ടായില്ലെന്ന് അവർ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് 2ാം ജന്മമാണെന്നാണ് അവർ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ആളത്യാവശ്യം മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുത്ത ഉടനെ ഞാനിവിടെ 2019 അടുത്തത് 25 വർഷമായിട്ട് ഞാൻ അനുഭവിച്ചിരുന്നതിൻ്റെ അതിശക്തമായിട്ടുള്ള തലവേദന. അമ്മ മാതാവ് ആ നിമിഷം ഞാൻ ഉടമ്പടി തൈലം ഒന്നും എനിക്ക് പുരട്ടേണ്ടതായിട്ട് വന്നില്ല. എടുത്ത ഉടനെ തന്നെ എനിക്ക് തോന്നുന്നത് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്കത് മാറി കിട്ടിയെന്നുള്ളതാണ്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക്, ഞങ്ങളുടെ അമ്മയ്ക്ക്, ചേട്ടന് എല്ലാവരും കൈകാല് വേദന എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞങ്ങൾ പുരട്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മാറി കിട്ടിയെന്നുള്ളതാണ്. പിന്നുള്ളത് ഞങ്ങൾക്കുണ്ടായ കടബാധ്യതകൾ ഒരു 19 വർഷമായിട്ടുള്ളൊരു കടബാധ്യതയാണ്. അത് ഞാനിവിടെ 5ാമത്തെ പുതുക്കലിന് വന്നപ്പം പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് എടുത്തു മാറ്റാൻ സാധിച്ചു. ഓരോ പുതുക്കലിന് വരും തോറും ഞങ്ങൾക്ക് ആ ലോൺ, എടുത്ത ലോൺ ഞങ്ങൾക്ക് അടച്ചു തീർക്കാനുള്ളൊരു കൃപ എനിക്ക് അമ്മ മാതാവ് തരാറുണ്ടായിരുന്നു. പിന്നെ ലഭിച്ചത് മകൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി കാശുരൂപം കൊടുത്തപ്പോൾ അവൻ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഈശോ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതാണ്. അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആനി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഏപ്രിൽ 29-ാം തീയതി 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. ആദ്യത്തെ എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ മോന് IT എഞ്ചിനീയറാണ്. അവന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ 1 മാസമായിട്ട് അവൻ്റെ പ്രൊജക്റ്റ് തീർന്നു, വേറെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്ക് കൊണ്ട് അവൻ നല്ലൊരു പ്രൊജക്റ്റ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അവന് ഫാറ്റി ലിവറിൻ്റെ അസുഖമുണ്ടായിരുന്നു. മരുന്നൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 2 മാസം മുമ്പ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ക്യൂറായിരിക്കുന്ന കണ്ടു. അത് മാതാവിൽ നൽകിയ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ എൻ്റെ 2ാമത്തെ മകൻ ബോംബെയിൽ വെൽ സെറ്റിൽഡായിരുന്നു. അവൻ ഞങ്ങളോടുള്ള ഒരു പ്രശ്നം കാരണം അവൻ അവിടുന്ന് വീടെല്ലാം ഉപേക്ഷിച്ച് ബാംഗ്ലൂരേക്ക് വന്നു. അവിടെ വന്നിട്ട് നല്ല ജോലിയൊന്നും കിട്ടിയില്ല. ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആ ബിസിനസ് ടോട്ടലി ഫെയിലിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു അവന് വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ഞങ്ങളുമായി രമ്യതപ്പെടുകയും കൊറോണയ്ക്ക് മുമ്പ് തന്നെ ആ ബിസിനസ് അവന് ക്ലോസ് ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. പിന്നീട് അവന് നല്ല ജോലി കിട്ടി. ഇപ്പം ഞങ്ങളും അവനുമായിട്ട് നല്ല ലോകത്തിൽ പോകുന്നു. 3ാമതായി ഞാൻ വസ്തു വിൽക്കാനുള്ള തടസ്സത്തിന് മാറുന്നതിന് വേണ്ടി ഉടമ്പടി വെച്ചിരുന്നു. ആക്ച്വലി ഒരു 40 സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് 2017 എനിക്ക് അഡ്വാൻസ് വരെ കിട്ടാനിരുന്നതാണ്. പെട്ടെന്ന് അത് മാറിപ്പോയി. ഞങ്ങൾക്ക് സാമ്പത്തികമായ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ഫലമായി എനിക്ക് എറണാകുളത്തുള്ള ഒരു 4 സെൻറ്റ് സ്ഥലം വളരെ നല്ല വിലയ്ക്ക് വിൽക്കാൻ പറ്റി, കൊറോണ സമയത്ത് തന്നെ. അതുപോലെ മാതാവ് എനിക്കും ധാരാളം ഇതിൽ ഉടമ്പടിയിൽ വെക്കാതിരുന്ന ധാരാളം അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ചു. മാതാവിനും തിരുകുമാരനും 1000 നന്ദികൾ അർപ്പിക്കുന്നു. എൻ്റെ പേര് അനിറ്റ് എബ്രഹാം. ഞാൻ വരുന്നത് കാനഡയിൽ നിന്നുമാണ്. ഞാൻ 2019 ഇവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത്. അന്ന് എനിക്ക് അങ്ങനെ ഒരു ഇതിന് മാതാവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി അവിടെ ചെന്നപ്പോൾ തൊട്ട് ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടി. ആദ്യമായിട്ട് കിട്ടിയത് ഞങ്ങൾക്ക് അവിടെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊരു 2 വർഷമായിട്ട് കിട്ടാത്തതായിരുന്നു. 2 മാസം കൊണ്ട് ഉടമ്പടി എടുത്ത് കിട്ടി. പിന്നെ ഞങ്ങൾക്കൊരു 30 lakhs ലോൺ ഉണ്ടായിരുന്നു. അത് ഒരു 2 മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടി. എൻ്റെ പേര് സിൻസി. ഞാൻ ഉഴൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമായി ഞാനൊരു സാക്ഷ്യം പറയുന്നത്, എൻ്റെ ഭർത്താവിന് 1 വർഷമായിട്ട് UK പോകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തടസ്സങ്ങൾ വന്നു. എക്സാം എഴുതി പാസ്സായിട്ട് പോലും പോകാൻ പറ്റിയില്ല. പക്ഷേ വിസ പെട്ടെന്ന് കിട്ടി. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വിസ ലഭിച്ചു. ലാസ്റ്റ് ജൂലൈയിൽ UK പോയി. ഇപ്പോൾ ജോലി കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. 2ാമത്തെ സാക്ഷ്യം, എൻ്റെ തൊണ്ടയിലൊരു മീൻ കഴിച്ചപ്പോൾ മുള്ളു കൊണ്ടു. ആ മുള്ള എനിക്ക് ഒരു രക്ഷയില്ല, പോകുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി. എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ആ എമർജൻസി ചെന്നപ്പോൾ ENT ഡോക്ടർ വരാൻ ഒരുപാട് സമയം എടുത്തു. ആ 3-4 മണിക്കൂർ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ വന്ന് സ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സ്കോപ്പ് ചെയ്തു. 4 പ്രാവശ്യം സ്കോപ്പ് ചെയ്തിട്ട് എൻ്റെ മുള്ള പോയില്ല.
അപ്പം ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത് എൻ്റെ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് മുടങ്ങിയിരുന്നു. ആ കാശുരൂപത്തെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഉടമ്പടി മുടങ്ങാതെ ഞാൻ ചൊല്ലിക്കോളാം. ആ നിമിഷം ഇറങ്ങിപ്പോയി. ഡോക്ടറിനെ എടുക്കേണ്ട പോലും വന്നില്ല. 4ാമത്തെ സാക്ഷ്യം, ഞാനിവിടെ ലീവിന് വന്നാണ്. ഞാൻ സിംഗപ്പൂർ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. 15 വർഷമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് PR-ന്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. 8-10 പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടും കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഈ പ്രാവശ്യം എനിക്ക് സാക്ഷ്യപ്പെടുത്തി എൻ്റെ PR എൻ്റെ കൈ കിട്ടി, പേപ്പർ മാതാവിനെ കാണിച്ചിട്ടേ എനിക്ക് പോരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് 15-ാം തീയതി ഫ്ലൈറ്റ് ആയിരുന്നു, സെപ്റ്റംബർ 15-ന്. എനിക്ക് പറ്റിയില്ല, PR കിട്ടിയില്ല. ഞാൻ എയർപോർട്ടിൽ ചെന്നു, എൻ്റെ ഫ്ലൈറ്റ് മിസ്സായി. 15 വർഷമായിട്ട് ഞാൻ ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഒരിക്കലും എനിക്ക് എന്നെ മിസ്സായിട്ടില്ല എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എനിക്ക് PR കിട്ടും, എനിക്കിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം എനിക്ക് കയറി പോകാൻ പറ്റുമെന്നതിൻ്റെ പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് ഫ്ലൈറ്റ് പോയാൽ ഒരു നിരാശയും തോന്നിയില്ല. ഞാൻ വീട്ടിൽ വന്നു. എനിക്ക് ഒത്തിരി വിഷമങ്ങളും ഒത്തിരി കുറ്റപ്പെടുത്തലുകളും കേട്ടു. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് 2 ദിവസം മുമ്പ് എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. ഓൺലൈനിൽ ഞാൻ കണ്ടു. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയാനാണ് ഞാനിപ്പോൾ വന്നത്. എൻ്റെ അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരും പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റോസ്ലി ഫ്രാൻസിസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ തിരുത്തിപ്പറമ്പ് സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി എനിക്ക് ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങളാണ് പറയുന്നത്. 2021 നവംബർ 27-ാം തീയതി വന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എടുത്തപ്പോൾ എൻ്റെ എൻ്റെ കാലിൽ വേദനയാണ്, മുട്ടുവേദനയാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് തേയ്മാനമാണെന്ന്. 13 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാതാവിൻ്റെ 2 കൈകൾ വന്ന് എൻ്റെ കാലുകൾ തടുക്കുകയും ശരിക്കും മഞ്ഞുകട്ട നമ്മുടെ മേൽ വീണാൽ എങ്ങനെയാണ് അതേപോലത്തെ തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. ഒരാഴ്ച ഞാൻ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയാക്കി എന്നെയും മാറ്റണമേ എന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുവേദനയെല്ലാം മാറി, എല്ലാം സുഖമായി. ഞാൻ പള്ളിയിൽ പോകുമ്പോഴൊക്കെ കാലുമ ബെൽറ്റ് ഇട്ടിട്ടൊക്കെയാണ് പോയിരുന്നത്. ഇവിടേക്ക് വരുമ്പോൾ പോലും ഞാൻ ഇതിട്ടാണ് വന്നിരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ എൻ്റെ മോനെ ഞാൻ 2022 മാർച്ചിൽ വന്നിട്ട് ഞാൻ പുതുക്കി. അപ്പോൾ പുതുക്കുമ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ എൻ്റെ മോൻ്റെ ജോലിക്കാരി ഞാൻ മാച്ചു കളഞ്ഞു. കാരണം അവനെ ശമ്പളമെല്ലാം വെട്ടിക്കുറച്ചിരുന്നു കൊറോണയായപ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചായാലും കിട്ടണില്ലേ, തീരെ കിട്ടാത്തവരില്ലേ എന്ന് വിചാരിച്ചിട്ട് അത് മാറ്റിക്കളഞ്ഞു. എന്നാൽ ഇവിടുന്ന് 2 കാശുരവും ബെഞ്ചിരിച്ച് 2 കാശുരവും തൈലവും ഉപ്പൊക്കെ എൻ്റെ മോന് ഞാൻ കൊടുത്തയച്ചു. എൻ്റെ മോൻ ദുബായിലാണ്, അവനും അവൻ്റെ ഭാര്യയും ദുബായിലാണ്, എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവൻ ഒരു കൊന്ത പോലും കഴുത്തിലിടില്ല, ഒരു വെന്തിങ്ങ പോലും ധരിക്കില്ല. ഞാൻ പറഞ്ഞു ഈ കാശുരൂപ നീ കഴുത്തിൽ ധരിച്ചോളൂ 2 ആളെന്ന് പറഞ്ഞു. അവരത് പ്രാർത്ഥനയോടെ കഴുത്തിൽ ധരിക്കുകയും അതിനുശേഷം അവനെ ജോലിയിൽ കട്ട് ചെയ്ത എല്ലാ ശമ്പളവും കിട്ടുകയും പുതിയൊരു കമ്പ്യൂട്ടർ മേടിക്കാനും മരുമകൾക്ക് ഒരു ജോലിയും ലഭിച്ചു. കമ്പ്യൂട്ടർ മേടിച്ച് കമ്പനി വർക്ക് കൂടാതെ പുറമേ നിന്ന് വർക്കുകളെ കിട്ടി അവൻ സുഖമായി ഇപ്പോൾ ജോലി ചെയ്യുന്നു. ഞാൻ ഈ ഒക്ടോബർ 8-ാം തീയതി എൻ്റെ മകൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വിസയും വിമാന ടിക്കറ്റും എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. പിന്നത്തെ നിയോഗം, ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറായിട്ടാണ് ആദ്യം പ്രാർത്ഥന തുടങ്ങിയത്. എൻ്റെ മോനോട് പറഞ്ഞു ഞാൻ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയറിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കണം ഉപവസിക്കണം എന്നൊക്കെ. അപ്പോൾ പറഞ്ഞു അത് അമ്മയും മരുമകളും ചെയ്താൽ മതി, എന്നെ കൊണ്ട് കൂട്ടിയ കൂടില്ല എന്ന്. അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട്, മാതാവേ ഞാൻ ഷുഗറും പ്രഷറും എല്ലാം ഉള്ളൊരു രോഗിയാണ്, അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്നെ ഉപവസിക്കാൻ പഠിക്കണം. അപ്പം ഞാനങ്ങനെ ഉപവസിച്ചു. 3 പ്രാവശ്യവും ഉപവസിച്ചു. ആദ്യത്തെ 2 പ്രാവശ്യം ഉപവസിച്ചപ്പോൾ എനിക്ക് സാധിച്ചില്ല. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ശരിക്കും ഉപവസിച്ചു, എനിക്ക് ഉപവസിക്കാൻ പറ്റി. നമ്മൾ മറ്റുള്ളവരോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നല്ല ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ചെയ്തു. എന്നിട്ട് എൻ്റെ മോനോട് പറഞ്ഞു ഉപവസിക്കാൻ. അവനിപ്പോൾ ഉപവസിക്കും, പ്രാർത്ഥിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരോടും ക്ഷമിക്കാനും സാധിച്ചു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വയ്ക്കാത്തതും ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുന്നേ എൻ്റെ അടുത്തുള്ളൊരു സുഹൃത്ത് എനിക്കൊരു ഉടമ്പടി തൈലവും ഉപ്പും തന്നിരുന്നു. എൻ്റെ 2ാമത്തെ മകളുടെ മകൾക്ക് ഒരു ദിവസം വയറുവേദനയായിട്ട് ഞങ്ങൾ ആസ്പത്രി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടി പ്രായം കഴിഞ്ഞതാണ്, ബ്ലഡ് യൂട്രസിൽ കെട്ടിക്കിടക്കുകയാണ്, അത് പുറത്തേക്ക് പോകാൻ ദ്വാരമില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് അത് 4 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു. 3 പ്രാവശ്യം കഴിഞ്ഞിട്ടും ശരിയായില്ല. എന്നിട്ട് 4-ാമത്തെ പ്രാവശ്യം ചെയ്തു. 4-ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ചൂടുള്ള വെള്ളത്തിൽ ഉപ്പിട്ട് ഇരിക്കണം, പിന്നെ എക്സസൈസ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു.
ഞാനപ്പോൾ എനിക്ക് എൻ്റെ സുഹൃത്ത് തന്ന ഉപ്പും തൈലവും കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് മോൾ ഈ ഉപ്പിട്ടിട്ട് ഇരിക്കണം, ഈ തൈലം ഉള്ളിൽ പരണമെന്ന് പറഞ്ഞു. കുട്ടി അതുപോലെ ചെയ്തു. ഇപ്പോൾ എല്ലാ തടസ്സങ്ങളും മാറി 3 കൊല്ലമായി ഒരു കുഴപ്പമില്ലാതെ അവൾക്ക് കറക്റ്റായിട്ട് മെൻസസ് വരുന്നു. ഇങ്ങനെയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു.